ഈ തങ്ങന്മാരൊക്കെ വലിയ ആലിമീങ്ങളായി നമ്മൾ കാണുന്ന ബഹുമാനപ്പെട്ട ഷേഖുന താജുൽ ഉലമ അവറുകളോ അതുപോലെ നാദാപുരത്തെ ശംസുൽ ഉലമ ഓറോ ഒടുക്കത്ത് ബുധനും ദിവസത്തിൽ തന്നെയാണ്. ഒരു ബോധമൊന്നും പോകാറില്ല. ഒടുക്കത്തെ ബുധനാണ്. ഏത് മാസത്തിലെ ഒടുക്കത്തെ ബുധനാവട്ടെ, ഇനി സഫറിലെ ഒടുക്കത്തെ ബുധനെ നിരത്തി അന്നൊരു ദിവസം ഒരു ആചരണമോ അന്നൊരു പിഞ്ഞാണയത്തോ അന്നാർക്കെങ്കിലും പ്രത്യേക ഒരു ദിക്റോ ദുആയൊന്നും നമ്മളെ ഈ മശായിഖ്മാരാരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ നിലക്ക് നമ്മളിങ്ങനെ പോന്നാൽ നമുക്കൊരു പേടുമില്ല. ആദ്യം നഹ്സ് എന്ന് പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം. നഹ്സ്, സഅദ് എന്നിങ്ങനെ ദിവസങ്ങളെ ശുഭമായും അശുഭമായും ചിത്രീകരിക്കുന്ന പതിവ് ജാഹിലിയത്തിലേ ഉണ്ട്, ഇസ്ലാമിന് മുൻപേ ഉള്ളതാണിത്. പല മതക്കാരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. പല മതരീതിയിലും ദിനങ്ങൾ പ്രത്യേകം കൈകാര്യം ചെയ്യപ്പെടാറുണ്ട്. ഇത് നമ്മൾ ഓർക്കേണ്ടത്, നഹ്സ് എന്നും സഅദ് എന്നും നമ്മളും സാധാരണ ദിവസങ്ങള് നഹ്സുള്ള ദിവസമുണ്ടോ നഹ്സില്ലാത്ത ദിവസമുണ്ടോ, കല്യാണത്തിന് ദിവസം നിശ്ചയിക്കും ദിവസം നഹ്സുണ്ടോ, നിശ്ചയിച്ച ദിവസം നഹ്സാണ് എന്നൊക്കെ നമ്മൾ വിശ്വാസികൾ, സത്യവിശ്വാസികൾ, പ്രത്യേകിച്ചും പഴയ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ നടത്തിപ്പോരുന്ന ആളുകൾ പ്രത്യേകം ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്യാറുണ്ട്. നഹ്സ് സഅദ് എന്നത് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ദിവസങ്ങളെ ശുഭദിനങ്ങൾ അതേപോലെ അശുഭദിനങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുന്ന രീതി ഇസ്ലാമിലില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം എന്താണെന്നും നമ്മൾ പറയുന്ന നഹ്സാണെന്നും എന്താണെന്നും നമുക്ക് ഇൻഷാ അല്ലാഹ് വിവരിക്കാം. ചന്ദ്രരാശിയും നക്ഷത്രങ്ങളും അതിന്റെ സഞ്ചാരങ്ങളുമെല്ലാം പരിഗണിച്ചുകൊണ്ട് ചില ദിവസങ്ങൾ ശുഭദിനങ്ങളായും ചില ദിവസങ്ങൾ അശുഭദിനങ്ങളായും എണ്ണിപ്പോരുന്ന സമ്പ്രദായം ജാഹിലിയത്തിലുള്ളത് നക്ഷത്രങ്ങളുടെ സഞ്ചാരങ്ങളും അതിന്റെ ഫലങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുവെന്ന വിശ്വാസങ്ങളെയും ധാരണകളെയും വെച്ചുകൊണ്ടുള്ള നിജപ്പെടുത്തലാണ് എന്ന് നമുക്ക് കേട്ടാൽ തന്നെ അറിയും. ശുഭദിനം അശുഭദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ബർക്കത്തുള്ള ദിനം, ബർക്കത്തില്ലാത്ത ദിനം എന്ന രീതിയിലാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. നഹ്സ് സഅദ് എന്ന് പറയുന്നത് നക്ഷത്ര രാശികളെ നോക്കിക്കൊണ്ടുള്ള വിഭജനമാണ്. എന്നൊരു കവിതാവാക്യമുണ്ട്. എന്റെ എല്ലാ നഹ്സും എന്റെ ഈ രാശി പോക്കിക്കളഞ്ഞു, അതിന് പകരമായിക്കൊണ്ട് എനിക്ക് ശുഭദിനങ്ങൾ കൊണ്ടുവന്നു. ഈ രാശിയിൽ എനിക്ക് വന്നപ്പം കാര്യങ്ങളെല്ലാം ശുഭകരമാണ് എന്ന് ഒരു അറബി കവി പാടിയ ഒരു കവിതാശകലം നഹ്സിനെയും സഅദിനെയും സംബന്ധിച്ച ഇസ്ലാമിന് മുൻപുള്ള ജാഹിലിയത്തിലെ വിശ്വാസത്തെ നമുക്ക് സൂചിപ്പിച്ചു വരുന്നുണ്ട്. ഇന്നും ജ്യോതിഷമനുസരിച്ചുകൊണ്ട് ആ ജ്യോതിഷത്തിന്റെ നിയമങ്ങളും അതിന്റെ ഫലങ്ങളും വെച്ചുകൊണ്ട് ദിവസങ്ങളെ, അതുപോലെ ചില ദിവസങ്ങളിലെ സമയങ്ങളെ, ചില ആഴ്ചകളെ, ചില മാസങ്ങളെ ശുഭകരമായും അശുഭകരമായും നക്ഷത്ര ഫലം നോക്കിക്കൊണ്ട് വിഭജിക്കുന്നതും ആ വിധത്തിൽ ചർച്ച ചെയ്യുന്നതും നമ്മളെമ്പാടും കേൾക്കുന്നതും കാണുന്നതുമാണ്. കലണ്ടറുകളിലുമൊക്കെ അത് കാണാം. അതൊക്കെ ഓരോരോ നക്ഷത്രത്തിൽ ജനിച്ചവർ, പിറന്നവർ, അവരുടെ ആ നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഇന്ന രാശി ഗുണകരമാണ്, ഇന്ന ആഴ്ച ഗുണകരമാണ്, ഇന്ന ദിവസം ഗുണകരമാണ് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ഇങ്ങനെ നക്ഷത്രങ്ങൾ നോക്കി ശുഭങ്ങളും അശുഭങ്ങളും കണക്ക് കൂട്ടുന്ന രീതി ഇസ്ലാമികമല്ലെന്നു തന്നെ മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളവരുടെ പോലുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശുഭദിനങ്ങളായി എണ്ണപ്പെടുന്ന സഅദിന്റെ നക്ഷത്രങ്ങളെ പ്രത്യേകം തന്നെ ഈ ജ്യോതിഷ പണ്ഡിതന്മാർ അറബികളിൽ ജാഹിലിയ കാലത്ത് അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അറബികൾ അത് ഏറ്റെടുത്തുകൊണ്ട് പറയാറുണ്ട്. സഅദ് ബുല, ഇത് രണ്ട് നക്ഷത്രങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന സഅദാണ്. സഅദുൽ അഖ്ബിയ, ഇത് മൂന്ന് നക്ഷത്രങ്ങളെ പ്രത്യേകം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സഅദാണ്. സഅദുൽ ദാബിഹ്,
ഇത് 2 നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സഅദാണ്. സഅദു സുഊദ് ഇതും 2 നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ 4 സഅദുകളും ചന്ദ്രന്റെ രാശിക്കനുസരിച്ച് വരുന്ന, ചന്ദ്രൻ ഇന്നിന്റെ രാശിയിൽ വരുമ്പോൾ ആ രാശിക്കനുസരിച്ച് വരുന്ന സൗഭാഗ്യങ്ങളായി കണക്കുകൂട്ടി വരുന്നതാണ്. വേറെയും സഅദ് നാശിറ, സഅദുൽ ബിഹാം, സഅദുൽ ഹുമാം, സഅദുൽ ബാരി, സഅദു മത്തർ എന്നിങ്ങനെ 6 സഅദുകൾ പ്രത്യേകം കണക്കുകൂട്ടുന്നുണ്ട്. ഇത് ചന്ദ്രരാശിയെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇങ്ങനെ 10 സഅദുകൾ, അതായത് നഹ്സിന്റെ നേരെ മാറ്റം. നഹ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ പറയുന്നത് വെച്ചാൽ അതിന്റെ നേരെ മാറ്റം സഅദ്, ശുഭദിനങ്ങൾ. ഒരു 10 തരത്തിലുള്ള ശുഭദിനങ്ങൾ ചില പ്രത്യേക നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി നിർണയിച്ചിട്ടുള്ളത് കാണാം. ആ കൂട്ടത്തിൽ നിന്ന് വളരെ വിശാലമായി പൊതുവായി പറഞ്ഞു വരുന്ന 2 നഹ്സുകൾ സുഹൽ, മിരീഖ്, അതായത് ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും അതിന് വിപരീതമായി 2 സഅദുകൾ, ശുഭദിനങ്ങൾ സുഹറ, മുസ്തരി, അതായത് ശുക്രൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ഉള്ളതാണ്. അപ്പൊ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിനനുസരിച്ച്, നക്ഷത്രങ്ങളുടെ രാശിക്കനുസരിച്ച്, ചന്ദ്രരാശിക്കനുസരിച്ച് ഇന്നിന്ന രാശിയിൽ ഇന്നിന്ന തീര് വരുമ്പോ നമ്മളെ നാട്ടിലെ മലയാള ഭാഷയിൽ അവിട്ടം, തിരുവാതിര, തിരുവോണം എന്നൊക്കെ പറയുന്ന ഈ നക്ഷത്രങ്ങൾ വെച്ചോളൂ. അതിനൊക്കെ അറബിയിൽ പല പല പേരുകളുണ്ട്. ആ തരത്തിലുള്ള പേരുകൾ വെച്ചുകൊണ്ട് അജ്ഞാനകാലം മുതൽ, ജാഹിലിയ കാലം മുതൽ അറബികൾക്കിടയിൽ അതിപുരാതന കാലം മുതൽ നടന്നു വരുന്ന ആചരണമാണ് നഹ്സ് സഅദിന്റെ ആചരണം. ഈ നക്ഷത്ര രാശിയെ നോക്കിക്കൊണ്ടുള്ള എല്ലാത്തരം നിഗമനങ്ങളും അതനുസരിച്ചുകൊണ്ട് ദിവസങ്ങളെ നോക്കിയോ കാര്യങ്ങൾ നോക്കിയോ നടത്തുന്ന എല്ലാ നിലവിലുകളും മൊത്തമായി ആപത്ത് മനസ്സിലാക്കിക്കൊണ്ട് ശറഈ തടഞ്ഞിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇൽമുൻ നുജൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജ്യോതിഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതൊരു ഇൽമേ അല്ല, ശാസ്ത്രമേ അല്ല, എല്ലാവർക്കും അറിയാം. കേവലം നിഗമനങ്ങളാണ്, ഊഹങ്ങളാണ്. ഈ ഊഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അന്ധവിശ്വാസ നിബിഡമായ ജ്യോതിഷത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നത് ചിലപ്പോഴൊക്കെ അതിന്റെ നിഗമനങ്ങൾ ശരിയാവാം. മഴയും മറ്റുമൊക്കെ നിർണ്ണയിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവുന്നുണ്ട്. അതുപോലെ ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങൾ ഇതൊക്കെ നമ്മൾ കൃത്യമായി നടത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ ഈ ഭൂമിയിൽ എന്തൊക്കെയോ സംഭവിക്കും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നിയന്ത്രണത്തിലാണ്, പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഈ ഭൂമിയുടെ നിയന്ത്രണമെന്നും ഈ ഭൂമി മാത്രമല്ല പ്രപഞ്ചത്തിലെ സകല ഗോളങ്ങളുടെയും അതിലുള്ള വാസികളുടെയും നിയന്ത്രണമെന്നുമുള്ള നമ്മുടെ ഖളാ ഖദറിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് ഭംഗം വരികയും അതിൽ തകരാറ് സംഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാലയെ കൂട്ടി അറിയുന്ന ചില നിഗമനങ്ങൾ വെച്ച് അപകടം വരും, മറ്റേത് വരും എന്നൊക്കെ പറയുമ്പോൾ ജീവിതം തന്നെ ദുസ്സഹമായി പോവുകയും, അല്ലെങ്കിൽ വേണ്ടാത്ത കണക്കുകൂട്ടലുകളും സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് ആളുകൾ വെറുതെ ഈ ജ്യോതിഷത്തെ അടിസ്ഥാനപ്പെടുത്തി മോഹികളായി മാറുകയും ചെയ്യുന്ന, ദുർമോഹികളായി മാറുകയും ചെയ്യുന്ന അവസ്ഥകൾ കണ്ട് ഇത്തരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭാശുഭ നിർണയങ്ങളെ ശറഈ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതേസമയം ബറക്കത്തുള്ള ദിവസങ്ങൾ, ബറക്കത്തുള്ള ചില സമയങ്ങൾ, ചില കാര്യങ്ങൾക്ക് യോജിച്ച സമയങ്ങൾ, ചില കാര്യങ്ങൾക്ക് പറ്റാത്ത സമയങ്ങൾ, ചില സമയങ്ങളിൽ കാര്യങ്ങൾ ചെയ്താൽ ഗുണം പിടിക്കാത്തവ, ഈ നിലക്കുള്ള പ്രമാണങ്ങൾ ധാരാളമായി ശറഈന്റെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കാണും. നിക്കാഹ് നടത്താൻ, അതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം ചില ദിവസങ്ങൾ തന്നെ നിർണയിക്കുന്നതും നബിയുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിവസങ്ങൾ നോക്കി ആധാരമാക്കി നിർണയിക്കുന്നതുമൊക്കെ ശറഈയായി കണ്ടുവരുന്ന സംഗതികളാണ്. ഇങ്ങനെ ദിവസങ്ങളിൽ ബർക്കത്തുണ്ടോ ബർക്കത്തില്ല, ഇതാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ നോക്കേണ്ടതും. അത് നോക്കുന്നതിന് അടിസ്ഥാനവുമുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ സമയവും ഒരുപോലെയല്ല. അത് ജ്യോതിഷത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടോ സൂര്യചന്ദ്രഗോളങ്ങളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടോ ഉണ്ടാകുന്നതുമല്ല. ചിലപ്പോൾ അള്ളാഹുവിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് കൃത്യമായി നടക്കുന്ന സൂര്യഗ്രഹണങ്ങളുടെ സഞ്ചാരങ്ങളും അതുപോലെ രാശികളുടെ ഓരോരോ മാറിമറിയലുകളും എല്ലാം ഇവിടുത്തെ പരിവർത്തനങ്ങൾക്ക് വിധേയമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ ആ പരിവർത്തനങ്ങളൊക്കെ
ഈ നക്ഷത്രങ്ങളുടെ മാത്രം ഫലമാണെന്ന് കരുതിക്കൊണ്ട് ആ നക്ഷത്രങ്ങളെ ദൈവമാക്കുകയും ആ നക്ഷത്രങ്ങളെ കാര്യത്തിന്റെ അടിസ്ഥാനമാക്കുകയും ലോകത്തിന്റെ നിയന്ത്രകരാക്കുകയും ചെയ്യുന്ന അബദ്ധത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്നതുകൊണ്ടാണ് കുറെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും, നിഗമനങ്ങളുടെ കാര്യത്തിൽ കുറെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഭാഗം ശറഅ് കൂട്ടിയടച്ചിരിക്കുന്നത്. അതേസമയം ശറഇന്റെ നിയമങ്ങൾ നോക്കിയോ, ഉദാഹരണമായി ശവ്വാൽ മാസത്തിൽ നിക്കാഹ് കഴിക്കുക, അത് വെള്ളിയാഴ്ചയായിരിക്കുക, വെള്ളിയാഴ്ച രാവിലെ ആയിരിക്കുക, ഇത് നമ്മുടെ ശറയിൽ പ്രത്യേകം ഫിഖ്ഹിന്റെ കിതാബുകളിൽ തന്നെ സുന്നത്തായി പറയുന്നുണ്ട്. ശവ്വാൽ മാസം നിക്കാഹ് നടത്താൻ പറ്റില്ല എന്നായിരുന്നു ശുഭാശുഭ ദിനങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അറബികളുടെ ചിന്താരീതി. നിക്കാഹിന് ഒരിക്കലും ഗുണം പിടിക്കാത്ത മാസമാണിത് എന്നായിരുന്നു. നാഷണൽ സയദ് നോക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ശവ്വാൽ മാസത്തെ അറബികൾ പുരാതനമായി കണ്ടിരുന്നത്. അറബികളുടെ ആ പുരാതനമായ അന്ധവിശ്വാസത്തെ തിരുത്തുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മണവാട്ടി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ മഹദിയുടെ വിവാഹം. അത് ശവ്വാലിലാണ് നടന്നത്. മഹദി പറയുന്നത്, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്തത് ശവ്വാലിലാണ്. എന്നെ പോലെ സൗഭാഗ്യവതി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധത്തിൽ മറ്റാരാണ്? ഇത് ശവ്വാൽ മാസത്തിൽ നിക്കാഹ് നടക്കുന്നത് കൊണ്ട് അബദ്ധം വരുമെന്ന അറബി വിശ്വാസികളെ, പരമ്പരാഗത ശുഭാശുഭ ദിനങ്ങൾ നോക്കുന്ന വിശ്വാസികളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹായുടെ പ്രസ്താവനയാണ്. അപ്പൊ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്ധവിശ്വാസത്തെ നബി തകർത്തത് കൊണ്ടു തന്നെ ശവ്വാലിലാണ് സൗഭാഗ്യമുള്ള നിക്കാഹെന്നും ആയിഷ ബീവിയുടെ നിക്കാഹ് പോലെ സൗഭാഗ്യകരമായ ഒരു കുടുംബ ജീവിതം മറ്റാർക്കും ഇല്ലാത്ത ഒരു രീതി നമ്മൾ മനസ്സിലാക്കുമല്ലോ. നബിയുടെ ജീവിതത്തിൽ ആരാണ് നബിയെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് ചോദിക്കുന്നവരോട് നബി പറയുന്നത് ആയിഷാണ്. അല്ല, ഞാൻ ആണുങ്ങളുടെ കാര്യമാണ് ചോദിച്ചത് എന്ന് ചോദ്യക്കാരൻ തിരുത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആയിഷാന്റെ ബാപ്പാണ്. അത്ര ബന്ധം ആയിഷ റളിയല്ലാഹു അൻഹായുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ആ ഗാഢമായ ബന്ധം ലഭിച്ച നിക്കാഹ് നടന്നത് ശവ്വാലിലാണെന്നും അതുപോലെ നമ്മൾ ശവ്വാലിലാക്കണമെന്നും പറയുമ്പോ അന്ധവിശ്വാസ പ്രകാരമുള്ള ജ്യോതിഷ നിർണയ പ്രകാരമുള്ള നഹ്സസായതിന്റെ, അതായത് ശുഭാശുഭ ദിനങ്ങളുടെ നിർണയത്തെ ശറഅ് ഖണ്ഡിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് കൊണ്ട് തന്നെ ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം ബറക്കത്തുള്ള ദിനങ്ങളെയും ബറക്കത്ത് കുറഞ്ഞ സമയങ്ങളെയും നോക്കി, ഗുണക്കേട് വരുന്ന സംഖ്യകൾ നോക്കി ഭാഷാപരമായി നമ്മൾ നഹ്സ് ഉപയോഗിക്കും. നഹ്സ് ഉള്ളത്, നഹ്സ് ഇല്ലാത്തത്, ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ ഉപയോഗം. നഹ്സ് ഉള്ളത്, നഹ്സ് ഇല്ലാത്തത്. നഹ്സ് ഇല്ലാത്ത ദിവസത്തെ നമ്മൾ സയദ് എന്ന് പറയാറില്ല. നഹ്സും സയദും വിപരീതമായി അറബ്യൻ ജാഹിലിയത്തിൽ അന്ധവിശ്വാസ പ്രകാരമുള്ള സങ്കല്പമായതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് തിരിയുമ്പോൾ നഹ്സ് എന്ന്, അത് ഖുർആനിൽ ഉപയോഗിച്ച ഒരു വാക്ക് വെച്ചുകൊണ്ടാണ് ആ ഉപയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ഈ സഫർ മാസത്തിലാണ് സംഭവിച്ചത്. സഫർ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറേബ്യൻ ഗോത്രങ്ങളിൽ നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രമാണ് ആദ്. നൂഹ് നബിയുടെ കാലത്തുണ്ടായ തൂഫാനിലെ ജലപ്രളയത്തിലെ സർവനാശത്തിനു ശേഷം പിന്നീട് മനുഷ്യർ ഒരു സമൂഹമായി മാറുന്നതിലെ ആദ്യ വിഭാഗമാണ് ആദ് വിഭാഗം. അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകരാണ് ഹൂദ് നബി അലൈഹിസ്സലാം. ഹൂദ് നബി, സ്വാലിഹ് നബി, നൂഹ് നബി, ഇവരൊക്കെ അറബ് സമൂഹത്തിലേക്ക് വന്ന പ്രവാചകന്മാരായിരുന്നു. പേരും അവരുടേതൊക്കെ അറബിയ. നൂഹ്, അതുപോലെ സ്വാലിഹ്, ഹൂദ് എന്നൊക്കെ. അപ്പൊ അറബികൾക്ക് സുപരിചിതമായ സമൂഹമാണ് ആദ്, സമൂദ് വിഭാഗം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അവരുടെ നാശത്തെയും അവരുടെ അപകടത്തെയും അവർക്ക് ഇറക്കിയ ശിക്ഷയെയും പറ്റി പറയുന്ന ആയത്തുകൾ ധാരാളമുണ്ട്. ഈ ആയത്തുകളുടെ കൂട്ടത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയായ ആദ് വിഭാഗത്തെ, ഇന്നത്തെ സലാലയിലെ അഹ്താഫ് പ്രദേശങ്ങൾ, അതായത് പണ്ടത്തെ യമനിന്റെ ഭാഗത്ത് വരുന്ന പ്രദേശങ്ങളാണ് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ഭൂമിക. ആ ഭൂമികയിലാണ് ബഹുമാനപ്പെട്ടവരുടെ ഖൗമ് ആദ് എന്ന വിഭാഗം താമസിച്ചിരുന്നത്. അവരെ നശിപ്പിച്ച ആ നാശങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ ഫി അയ്യാമിൻ നഹിസാത്തിൻ, നഹ്സ് പിടിച്ച ദിവസങ്ങൾ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഒരിടത്ത് ഫി യൗമി നഹ്സിൻ മുസ്തമിർ, സ്ഥിരമായി അവരിൽ നിന്ന് നീങ്ങാത്ത തരത്തിലുള്ള ഒരു നഹ്സിന്റെ നാൾ എന്ന് ഒരു നാളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നാളിനെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങൾ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്.
അത് സ്വഫർ മാസത്തിലെ ഒടുവിലെ ബുധനാണ്. സ്വഫർ മാസത്തിലെ ഒടുവിലെ ബുധൻ. കാരണം ആ ബുധനാഴ്ച തുടക്കമാണോ ആ ബുധനാഴ്ച ഒടുക്കമാണോ എന്നറിയില്ല. ഈ 7 ദിവസങ്ങൾ, 7 പകലുകളും 7 രാത്രികളും 8 പകലുകളുമാണ് ഈ വിഭാഗത്തെ നശിപ്പിച്ച കാറ്റുകൾ നിരന്തരമായി അടിച്ചു വീശിയത് എന്ന് ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നുണ്ട്. 7 രാത്രികളും 8 പകലുകളും അടിച്ചു വീശുന്ന തണുതണുത്ത കാറ്റ്, ആള് വിറങ്ങലിച്ച് ചത്തുപോകുന്ന കാറ്റ് കൊണ്ടാണ് ആദി വിഭാഗത്തെ കടപുഴക്കി നശിപ്പിച്ചത്. കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻഖഇർ, അഅജാസു നഖ്ലിൻ ഖാവിയ എന്നൊക്കെ ഖുർആൻ പല രീതിയിൽ പറയുന്നുണ്ട്. അതായത് കാറ്റത്ത് ഈന്തപ്പനയുടെ തടികൾ ഒന്നിച്ച് കടപുഴകി എടുത്തിട്ടെറിയുന്നത് പോലെ ആളുകളെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് തലകുത്തി വീണിട്ട് കഴുത്തൊടിഞ്ഞുകൊണ്ട് കഴുത്തും ശരീരവും 2ആയി മുറിയുന്ന തരത്തിലാണ് ഈ വിഭാഗത്തിന് മനുഷ്യന്മാരെ അല്ലാഹു തആല നശിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ദിവസത്തെ ഫീ യൗമിൻ അഹ്സിൻ മുസ്തമിർ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ മുസ്തമിർ എന്നത് എന്നും നിലനിൽക്കുന്ന എന്ന നിലക്കും ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അങ്ങനെ സംസാരിക്കുന്നുമുണ്ട്. മാത്രമല്ല, ബനൂ ഇസ്രായേലിൽ നിന്നും വ്യാപകമായിട്ടുള്ള കഥകളിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ആസഫുബ്നു ബർഖിയ എന്ന ജ്ഞാനിയുമായി സംസാരിക്കുന്ന ഒരു സംസാരത്തിന്റെ കഥയുണ്ട്. ഈ സംസാരത്തിൽ വലിയ രോഗങ്ങൾ, അപകടകരമായ രോഗങ്ങൾ, ആളുകൾക്ക് തീരാരോഗങ്ങൾ, മാറാരോഗങ്ങൾ അല്ലാഹു നിശ്ചയിക്കുമ്പോൾ ഏൽപ്പിക്കപ്പെട്ട ചില രോഗങ്ങൾ രൂപങ്ങളായി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വരികയും പേടിപ്പെടുത്തുന്ന ഭീതിതമായ രൂപങ്ങളായി, സ്വത്വങ്ങളായി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുകയും അവയുമായി സുലൈമാൻ നബി അലൈഹിസ്സലാം സംഭാഷണം നടത്തുകയും ചെയ്യുന്ന ഒരു കഥയുണ്ട്. ആ കഥയുടെ കൂട്ടത്തിൽ ഇത്തരം രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് നഹ്സ് പിടിച്ച ദിവസങ്ങളിലായിരിക്കും എന്ന് പരാമർശിക്കപ്പെടുകയും ആ നഹ്സ് പിടിച്ച ദിവസങ്ങളെ പ്രത്യേകമായി പണ്ഡിതന്മാർ പ്രത്യേകം നിജപ്പെടുത്തി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ജ്ഞാനികളിൽ നിന്ന്, വിവരസ്ഥന്മാരിൽ നിന്ന്, വേദക്കാരിൽ നിന്ന് അടക്കം വന്നിട്ടുള്ള പ്രചരിപ്പിച്ച കഥകളാണ്. ഈ കഥകളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും വിശേഷപ്പെട്ട ഇത്തരം കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില മഹാന്മാർ, ചില കിതാബ് രചയിതാക്കൾ മുസന്നിഫീങ്ങളിലുണ്ട്. അതിശയകരമായ സൃഷ്ടി വൈഭവങ്ങളും സൃഷ്ടി കഥകളും സൃഷ്ടിതരത്തിന്റെ കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന, കാലത്തിന്റെയും പ്രദേശത്തിന്റെയും സ്ഥലത്തിന്റെയും ജീവികളുടെയും സസ്യങ്ങളുടെയും കല്ലുകളുടെയും നദികളുടെയും ഒക്കെ അത്ഭുതങ്ങളും രഹസ്യങ്ങളും ഒക്കെ വിവരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അത്തരം കിതാബുകൾ ധാരാളമുണ്ട്. ആ കിതാബുകളിലൊക്കെ വിവരിക്കുന്ന കൂട്ടത്തിൽ ദിവസങ്ങളെ പറയുമ്പോൾ ഏതാനും ദിവസങ്ങളെ, ഒരു മാസത്തിൽ തന്നെ പല ദിവസങ്ങൾ, അത് നഹ്സിന്റെ ബെയ്ത്ത് എന്ന പേരിൽ പ്രത്യേകമായി പ്രചാരപ്പെട്ട ബെയ്ത്തുകളാണ്. ഒരു 7 ദിവസങ്ങൾ പ്രത്യേകം മാസത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞ് എന്നൊക്കെ തുടങ്ങുന്ന ശ്ലോകമുണ്ട്. അതായത് 3, 5, 13, 16 എന്നിങ്ങനെ എണ്ണുന്ന മാസത്തിലെ ദിവസങ്ങളുണ്ട് ബെയ്ത്തുകൾ. അതുപോലെ ഒരു കൊല്ലത്തിലെ 12 ദിവസങ്ങൾ സൂക്ഷിക്കാൻ ഓരോ മാസത്തിലെ ഒരു ദിവസം പ്രത്യേകമായി ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ക്രോഡീകരിച്ച് നഹ്സുൽ മുഹറമി ഖദ് അതാ 12 ഫീ യൗമി 4 മിന ശഹരി സ്വഫർ എന്നിങ്ങനെ ഓരോ മാസത്തിലെ നഹ്സുകളെയും പ്രത്യേകം വിവരിച്ചുകൊണ്ടുള്ള ബെയ്ത്തുകൾ നമ്മുടെ കിതാബുകളിൽ പല ഇമാമുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സ്ഥിരപ്പെട്ട ബലപ്പെട്ട റിപ്പോർട്ടുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിലല്ല ഇവകളൊന്നും വന്നതുകൊണ്ട് ഇത് വിശ്വസിക്കൽ അനിവാര്യമായ, അംഗീകരിക്കൽ അനിവാര്യമായ, നിഷേധിച്ചാൽ എന്തെങ്കിലും പറ്റുന്ന ഒരു തരത്തിലുള്ള കാര്യമല്ല. അതേസമയം അഭിപ്രായങ്ങളും ഇമാമിയങ്ങളുടെ പ്രത്യേക സൂക്ഷ്മതകളും അതിന്റെ സ്രോതസ്സുകൾ വിവരിച്ചുകൊണ്ടുള്ള വിവരണങ്ങളുമാകുമ്പോൾ ഇത്തരം ആപത്തുകൾ സംബന്ധിക്കാതിരിക്കാനും പറ്റിപ്പോകാതിരിക്കാനും ഈ ദിവസങ്ങൾ മനുഷ്യന്മാർക്ക് കാക്കുമല്ലോ അവനവന്റെ കാര്യത്തിന്. ഈ 7 ദിവസങ്ങളിൽ പ്രത്യേകമായി വീടിരിക്കരുത്. അതുപോലെ കച്ചവടം നടത്തരുത്, യാത്ര ചെയ്യരുത്. മരം നട്ടുപിടിപ്പിക്കരുത്, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത്, പുതിയ ഉടയാടകൾ ധരിക്കരുത്.
വലാ തഹ്ഫിറൻ ബിഗ്റൻ വലാ തബ്നി മൻസിലൻ മുഖാബലത സുൽത്താനി ഫൽഹാദർ അൽഹദർ. കിണർ കുഴിക്കരുത്, വീടെടുക്കരുത്, ഭരണാധികാരികളെ സമീപിച്ചുകൊണ്ട് അവരെ ആ കാര്യങ്ങൾക്ക് വേണ്ടി അഭിമുഖീകരിക്കും വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഈ ദിവസങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികൾ ആ ദിവസങ്ങളിൽ പറ്റിയിട്ട് അപകടം പറ്റരുത് ചിന്തിക്കുക സ്വാഭാവികമാണ്. ഇതനുസരിച്ച് അങ്ങനെയുള്ള വിശ്വാസ സമൂഹത്തെ അത്തരം അപകടങ്ങളിൽ പെടുത്താതിരിക്കുന്നതിനാണ് പണ്ഡിതന്മാരും അറിവാളന്മാരും ഈ ദിവസം ഗുണമുണ്ടോ, ആ ദിവസം ശരിയോടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ആ ദിവസം വിവരിച്ചു കൊടുക്കുന്നത്. നേരെ മറിച്ച് ഇതൊന്നും ചിന്തിക്കാതെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പടച്ച തമ്പുരാന് ഏത് ദിവസം ആപത്ത് തന്നാലും ആപത്താകും, ഏത് ദിവസം അതൊക്കെ തടുക്കാൻ ഉദ്ദേശിച്ചാലും അതൊക്കെ തടുക്കപ്പെടും എന്ന അചഞ്ചലമായ ഖദറിലുള്ള വിശ്വാസം ഒരാൾക്കുണ്ടായി അള്ളാഹുവിനെ തവക്കുലാക്കി മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരാൾ മറ്റൊന്നും എന്നെ യേശുകയില്ല അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ, ഇന്ന് ഇപ്പൊ നമ്മൾ ദുആ ചെയ്ത സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ മൗലൂദിന്റെ ഭാഗത്ത് മാഷാ അല്ലാഹു ഖാൻ ഒമാനം ബശീരം യകുന്തു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാചകമാണ്. എല്ലാ വഅദന്മാരും വഅദന്റെ തർക്കലൊക്കെ പണ്ട് പറയുന്ന വാക്കാണ്. അള്ളാഹു ഉദ്ദേശിച്ചതെന്തോ അത് നടക്കും, ഉദ്ദേശിക്കാത്തതൊന്നും സംഭവിക്കുകയില്ല. ഇതാണ് വസ്തുത. ഈ വസ്തുത വളരെ കൃത്യമായി ഓർത്ത് എവിടേക്കും തിരിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പടച്ചോന്റെ തീരുമാനങ്ങൾ മാത്രമേ നടക്കുള്ളൂ, അതേ എനിക്കറിയേണ്ടതുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ ചപലമാകരുത്. ആരെങ്കിലും ആ ദിവസം എങ്ങനെയാന്ന് അറിയുമ്പോൾ തന്നെ ഇളകരുത്. അങ്ങനെ ഇളകുന്നവരാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. ആ ഇളക്കമൊന്നുമില്ലാതെ കൃത്യമായി അള്ളാഹുവിൽ അടിയുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ മാത്രം എല്ലാം ഏൽപ്പിക്കുന്ന തവക്കുലിന്റെ ആഗ്രഹകാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളൊന്നും നോക്കി നിൽക്കേണ്ട ഒരു കാര്യമല്ല. സുബഹ് നിസ്കരിക്കണില്ല വെച്ചാൽ അന്നത്തെ ദിവസം ഏത് ബമ്പനാണെങ്കിലും ഓരോ ദിവസം നേസാവുന്നത്. അത് നിക്കേശിക്കണമെങ്കിൽ അന്ന് നേസില്ല എന്നാണ് അതിന്റെ മുഖം. സുബഹ് ശരിക്കും നിസ്കരിക്കണമെങ്കിൽ ആ ദിവസം ഓരോ ഒരു ദിവസവും പേടിക്കണ്ട എന്നാണ് ഇമാമുൽ ശാഫിഈ തങ്ങളുടെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഗ്രാഹ്യാർത്ഥം മനസ്സിലാക്കാൻ കഴിയാം. അപ്പൊ അതനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അത്തരം നഹ്സുകളൊന്നും നമ്മെ ചകിതരാക്കേണ്ടതില്ല, ഭയപ്പെടുത്തേണ്ടതില്ല, ഭീതിപ്പെടുത്തേണ്ടതില്ല, സംശയിപ്പിക്കേണ്ടതില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ ചോദിച്ചത് സഫർ മാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സംഗതിയാണ്. നമ്മളെവിടെയും ഈ പറഞ്ഞ ബെയ്ത്തിലൊക്കെ എല്ലാ മാസത്തിലുള്ള നഹ്സിന്റെ ദിവസത്തിൽ സഫറുൽ അത്തറിനുള്ള ദിവസം, പിന്നെ സഫറിലെ ഒടുക്കത്തെ ബുധൻ ഈ ആദി വിഭാഗത്തെ നശിപ്പിച്ച ഫി യോബിൻ നഹ്സിൻ മുസ്തമിർ എന്ന് പറഞ്ഞ ദിവസമാണ് എന്ന അഭിപ്രായമുള്ളത് കൊണ്ട് ആ ഒരു ദിവസം മാത്രം സഫറിൽ പ്രത്യേകം വേണ്ടുന്ന വഴക്കമാണ് പൊതുവായിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി സഫർ എന്ന് പറയുന്ന മാസത്തെ തന്നെ മൊത്തമായി കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം വടക്കൻ മലബാറിൽ പലയിടത്തുമുണ്ട്, ചില ആളുകൾക്കിടയിലൊക്കെ ഉണ്ട്. വടക്കേ മലബാറിൽ അങ്ങേ തലക്കിൽ കുറെ ആളുകൾ ആ രീതിയിലുണ്ട്. ചില തങ്ങന്മാരും മറ്റുമൊക്കെ അതിനെ പ്രത്യേകം പറഞ്ഞു കൊടുക്കും. അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. അജായിബുൽ മഖ്ലൂഖാത്ത് എന്ന കിതാബിൽ പ്രത്യേകം പറയുന്നുണ്ട്, അത് സുക്കൂനിന്റെ മാസമാണ്, അടങ്ങിയിരിക്കുന്ന മാസമാണ്, ഹർക്കത്തിന്റെ മാസമല്ല എന്ന്. ഓരോ മാസത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ അതിനടക്കത്തിന്റെ മാസമാണ്, ചലനത്തിന്റെ മാസമല്ല. അപ്പൊ കാര്യങ്ങൾ ചലിക്കാൻ നന്നല്ല എന്ന് കരുതുന്ന ഒരു റിപ്പോർട്ട് ഇമാം ഖസ്വീനിയുടെ അജായിബുൽ മഖ്ലൂഖാത്ത് എന്ന് പറയുന്ന കിതാബ്, അതിന്റെ അടിസ്ഥാനങ്ങളെല്ലാം ഹദീസുകളോ ആയത്തുകളോ ഒന്നും അല്ല. പണ്ഡിത മൊഴികളുണ്ട്, ഫിലോസഫിസ്റ്റുകളുടെ മൊഴികളുണ്ട്, അനുഭവ സമ്പത്തുക്കളുണ്ട്, പലതരത്തിലുള്ള അറിവുകളെയും അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന്റെ കിതാബ്. അത് അദ്ദേഹം ആദ്യം തന്നെ കിതാബിന്റെ ആമുഖത്തിൽ വിവരിക്കുന്നുണ്ട്. മൂപ്പരായി തെരഞ്ഞെടുത്ത വിഷയം തന്നെ അത് അജായിബുൽ മഖ്ലൂഖാത്ത്. അതിന്റെ അർത്ഥം സൃഷ്ടിജാലങ്ങളുടെ കൗതുകങ്ങൾ എന്നാണ്. സൃഷ്ടിജാലങ്ങളുടെ കൗതുകങ്ങൾ. ഈ കൗതുകങ്ങൾ വിവരിക്കുന്ന കിതാബില് സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണല്ലോ സഫർ മാസം. അതിനെ അടിസ്ഥാനപ്പെടുത്തി സഫർ മാസത്തെ അടക്കത്തിന്റെ മാസമാണ്, ചലനങ്ങളൊക്കെ നിർത്തണം എന്ന് കണ്ടാണ് പലരും സഫർ മാസത്തിൽ നടത്തുന്നത്. അപ്പൊ അതനുസരിച്ച് ചെറിയ ഒരു അടിസ്ഥാനം അതിനുണ്ട്. ചപലന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഹൃദയത്തെ ഇളക്കുമെങ്കിൽ അവരതിനെ ആധാരമാക്കിക്കൊണ്ട് രോഗങ്ങൾ പകരുക എന്ന ഒരു സംഭവമില്ല. വലാ തീറത്ത, പക്ഷികളെ അങ്ങോട്ട് പറപ്പിച്ചാൽ ഇങ്ങനെ, ഇങ്ങോട്ട് പറപ്പിച്ചാൽ ഇങ്ങനെ, പറപ്പിക്കുമ്പോൾ അങ്ങോട്ട് പറന്നാൽ ഇങ്ങനെ, ഇങ്ങോട്ട് പറന്നാൽ അശുഭം എന്ന് ചിന്തിക്കുന്ന, പക്ഷിയെ പറത്തിക്കൊണ്ടുള്ള ഒരു ദുശകുനം നോക്കുന്ന പരിപാടി അതും ഇല്ല. വല സ്വഫറ, സ്വഫർ എന്ന് പറയുന്ന അന്ധവിശ്വാസവും ഇല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. ഈ ഹദീസ് സ്വഫർ മാസം അടങ്ങിയിരിക്കുക
സഫർ മാസം കാര്യങ്ങൾക്കൊന്നും പറ്റൂല എന്ന് പറയുന്നതിനെ ഗണ്ണിക്കുന്നതാണ് എന്നാണ് ലാ സഫറ എന്ന് പറയുന്നത്. ഓർക്ക് സഫർ എന്ന് പറഞ്ഞാൽ സഫർ മാസം എന്ന് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു കൂട്ടരാണെന്ന് പറയാം. ഒരു സഫർ എന്ന് കേൾക്കുമ്പോഴേക്ക് സഫർ മാസം എന്ന് മനസ്സിലാക്കും. ഈ ഹദീസിൽ പറഞ്ഞ ലാ സഫറ അതൊന്നുമല്ല. ഹദീസിൽ പറഞ്ഞ ലാ അദ്വ, രോഗം പകരുക ഒന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാമികൾ അത് വിവരിച്ചിട്ടുണ്ട്. സ്വയം രോഗങ്ങൾ പകർന്നുകൊണ്ടേയിരിക്കും എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. അള്ള പകർത്തിയാൽ തന്നെ പകരുള്ളൂ. നമുക്ക് തന്നെ അറിയാലോ, നല്ല പനി പിടിച്ച ഒരാളെ ശുശ്രൂഷിച്ചുകൊണ്ട് അയാളെ നോക്കിക്കൊണ്ടിരിക്കുന്ന അയാളെ ഭാര്യക്ക് ചിലപ്പോൾ പനിച്ചില്ല. അയാളൊന്ന് തുമ്മിയപ്പോ എടുത്തുത്തിരുന്നവന് പനിക്കും. അങ്ങനെ നല്ല പ്രതിരോധ ശേഷിയുള്ള ചില ആളുകൾക്ക് പകരൂല, ചിലർക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് പകരും. ഇങ്ങനെ പകരല് പല വിധമായി നമ്മൾ കാണുന്നു. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? അള്ള പകർത്തിയപ്പോ അപ്പൊ പകർന്നു, അള്ള പകർത്തിയില്ല അപ്പൊ പകർന്നില്ല. ഇപ്പൊ രോഗം പകരുന്നതിന്റെ നിദാനം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ ലോകത്തിന്റെ നിയന്ത്രകനായി മനസ്സിലാക്കുന്ന വിശ്വാസികൾ അള്ളാഹുവിലാണ് ഏൽപ്പിക്കേണ്ടത്. രോഗം പകരുന്നെങ്കിൽ അത് അള്ളാഹു പകർത്തിയിട്ടാണ്, പകരുന്നില്ലെങ്കിൽ അത് അള്ളാഹു അയാൾക്ക് പകരാതെ കാത്തതുകൊണ്ടാണ്. നമ്മൾക്ക് പകരാതെ കാക്കാൻ പ്രാർത്ഥിക്കാം, പകരുന്ന ഇടപാടുകളിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷേ സ്വയമായി തന്നെ അത് പകരുകയും ചില കാര്യങ്ങൾ സ്വയമായി തന്നെ പകർത്തുകയും ചെയ്യും എന്ന നിലക്കുള്ള ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അത് സ്വന്തമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി ചില രോഗങ്ങളെ പേടിക്കപ്പെടേണ്ട രോഗങ്ങളാക്കി വെച്ചുകൊണ്ട് അത് പകർച്ചവ്യാധിയും അത് സ്വന്തമായി പകരുന്നതുമാണ്, ഇവിടെ ഒന്നും അള്ളാഹുവിന് നിയന്ത്രണമില്ല എന്ന നിലക്കുള്ള ചിന്ത ജാഹിലിയത്തിലുള്ള ചിന്തയാണ്. ആ ജാഹിലിയത്തിന്റെ ചിന്തയാണ് നബിതങ്ങൾ ലാ അദ്വ എന്ന് പറഞ്ഞത്. കാരണം ഇതേ നബി തന്നെ കുഷ്ഠരോഗിയിൽ നിന്ന് നീ ഓടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗമുള്ള സ്ഥലം കേട്ടാൽ അങ്ങോട്ട് നീ അടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ രോഗത്തിന്റെ സ്വാഭാവികമായ പകരൽ നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പകരലുണ്ട്. അതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കലും കാത്തു നിൽക്കലും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ഹദീസുകളെ ഈ ഹദീസുമായി സംയോജിപ്പിച്ചുകൊണ്ട് സ്വയം പകരുമെന്ന അന്ധവിശ്വാസം, മൂഢവിശ്വാസം ശരിയല്ലെന്നും അള്ളാഹു തആല പകർത്തുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളാൽ പകരുമെന്നതാണ് ശരിയെന്നുമുള്ള രീതിയാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് നമ്മുടെ ഇമാമുകൾ ഇത് സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുദ്ദേശിക്കുന്ന ഒരു പക്ഷിയെ പറഞ്ഞാല് അത് കുരുത്തപ്പേക്ക് വലത്തോട്ടാ പറന്നു വെച്ചാൽ അങ്ങനെ, ഇടത്തോട്ടാ പറന്നു വെച്ചാൽ അങ്ങനെയെന്ന് കരുതി കുത്തിരുന്ന എന്തൊരു പൊട്ടത്തരാ. അത് ജനങ്ങളെ പ്രശ്നമാക്കാതിരിക്കാനാണ്. മറ്റേ അറബികൾ ജാഹിലിയത്തിൽ എന്താരോ ഈ കാര്യം ശുഭാണോ ശുഭല്ലേ തിരിയാൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ ഏറിയ ആ ഏറിയയിൽ പക്ഷി ഇങ്ങണ്ടാ പറഞ്ഞു പോവും, എന്നാ ശരി ഇങ്ങണ്ടാ പറഞ്ഞാലേ വേണ്ട. ഇത് അസ്ലാം എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ട്, ഒരു പ്രത്യേക നറുക്ക് അമ്പുമ്മ ഇഫ്അൽ ലാ തുഫ്അൽ എന്ന് എഴുതിയേക്കുക. ഇതൊരാളോട് എടുത്തു നോക്കിയിട്ട് ഒരു കാര്യം തീരുമാനിക്കുന്ന ആള് കഅബത്തിൽ പോയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ അത് കൊടുത്തിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശില്പുണ്ട് കഅബന്റെ ഉള്ളില്. ആ ശില്പത്തിൽ ഇബ്രാഹിം നബിന്റെ കയ്യിലായിരുന്നു ഈ അസ്ലാമുകൾ. ഈ അസ്ലാമുകൾ നോക്കുമ്പോ ഇബ്രാഹിം നബി എന്ന ശില്പത്തിന്റെ ഉള്ളിൽ ഓല പിതാമഹനല്ലേ ഇബ്രാഹിം നബി പറഞ്ഞ വലിയ ബഹുമാനം ഉണ്ടാവുമല്ലോ കഅബന്റെ ആളുകൾക്ക് ഇബ്രാഹിം നബിയെ. ഇപ്പൊ ഇബ്രാഹിം നബിയുടെ കയ്യിൽ പോയിട്ട് ഈ പ്രശ്നക്കോലുണ്ട് എടുത്താൽ ഇത് നോക്കിയിട്ട് ഇഫ്അൽ, ഈ കാര്യം ചെയ്തു, ഓ ഈ കോല് നിർദ്ദേശിച്ചിരിക്കുന്ന ഇബ്രാഹിം നബി നിർദ്ദേശിച്ചു, കഅബ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോവുക. എടുത്തു നോക്കുമ്പോൾ കിട്ടിയത് ലാ തുഫ്അൽ എന്നാണോ, എന്നാൽ ആ കാര്യം ചെയ്യൂല, ഇത് ഗുണമില്ല എന്നാണ് ഇത് പറയുന്നത് എന്നാ പറയും. ഇങ്ങോട്ടും പകരും, അതിങ്ങോട്ടും ഇങ്ങോട്ടും പകരും എന്ന നിലക്കുള്ള ഒരു വിശ്വാസം സഫറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സഫറുമായി ബന്ധപ്പെട്ട പള്ളന്റെ ഉള്ളിലുള്ള പാമ്പ് അത് പ്രത്യേകം മനുഷ്യന്മാരിലുണ്ടാകും, മൃഗങ്ങളിലും ഉണ്ടാകും. മൃഗങ്ങളിലും മനുഷ്യന്മാരിലും ഉണ്ടാകുന്ന ഈ പാമ്പുണ്ടായാൽ അത്തരം രോഗികളുടെ മുഖം മഞ്ഞ പിടിക്കും, ഒരു മഞ്ഞ നിറമാകും, രക്തവർണം പറ്റ പോയിട്ട് മഞ്ഞക്കും. അങ്ങനെ മഞ്ഞളിപ്പ് വരുന്ന തരത്തിലുള്ള ഒരു തരം പാമ്പ് അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ലോണം വിശന്നാൽ അത് ചാടി ആളുകളിലേക്ക് പകരുകയും ഇവനുള്ളത് മറ്റവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഈ പാമ്പ് അപ്പുറത്ത് ചാടണമെന്നും ആരും കാണൂല, ഇങ്ങനെ പകർന്നു പോകും എന്ന നിലക്കുള്ള ഒരു അന്ധവിശ്വാസം. ഇതാണ് ലാ അദ്വ എന്നതിന്റെ കൂടെ തന്നെ ലാ സഫറ എന്ന് പറയുന്നതിന്റെ സാങ്കത്യം. ചാടിപ്പകർന്നുകൊണ്ട് ഇത്തരം ഒരു പാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശന്നാലോ മറ്റോ ചാടിപ്പോകുന്ന ഒരു അന്ധവിശ്വാസമുണ്ട്. അത് ശരിയല്ല എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് അബൂ ഉബൈദ എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. സമയത്തു യൂനുസ യസ്അലു റൂബ, റൂബയോട് ചോദിക്കുന്നു യൂനുസ് എന്നവര് അതിന് സഫർ എന്നതിനെ കുറിച്ച് ചോദിക്കുന്നു ഈ ഹദീസിലെ.
ഫഖാല ഹുവ ഹൈ, പ്രയാസവും വരിക. ഇത്തരം ഒരു പകർച്ചവ്യാധിയാണ് സ്വഫർ. ആ പാമ്പില്ല എന്നാണ് ലാ സ്വഫറ എന്ന ഹദീസിന്റെ അർത്ഥമെന്ന് ഈ ഹദീസിന്റെ റിപ്പോർട്ടറായ മഹാനായ അബൂ ഉബൈദ് എന്നവരും വിശ്വാസമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ അത് വെച്ചു പുലർത്തരുത്, അതിനെ ചൊല്ലി കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കരുത് എന്നാണ് ഈ ഹദീസിന്റെ സാരമെന്ന് പ്രത്യേകമായി ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട്. ആ കൂടി പറഞ്ഞാൽ സ്വഫർ മാസത്തെ പ്രത്യേകമായി ഒരു നെഹ്സുള്ള അല്ലെങ്കിൽ ബർക്കത്തില്ലാത്ത അശുഭകരമായ മാസമായി ആരെങ്കിലും പാലിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനുള്ള വകയല്ല ലാ സ്വഫറ എന്ന് പറഞ്ഞ ഹദീസ് എന്നും, ലാ സ്വഫറ എന്ന മാസത്തിൽ ഈ മാസത്തെ പറ്റിയുള്ള നെഹ്സ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശവും ഒരു ഇമാമിയങ്ങളും നടത്തിയിട്ടില്ലെന്നും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഒടുവിലെ ബുധൻ ഈ മാസത്തിലേത് കൊടിയ നെഹ്സിന്റെ ദിവസമാണെന്ന് പറഞ്ഞതിനെ ഞാൻ നേരത്തെ മുകളിൽ സൂചിപ്പിച്ചു. ആദ്യം ഫി യൗമി നെഹ്സിൻ മുസ്തമിർ എന്ന് ഖുർആനിൽ പറഞ്ഞ നെഹ്സിന്റെ ദിവസം എന്ന് പറഞ്ഞത് സ്വഫർ മാസത്തിലെ ഒടുക്കത്തെ ബുധനെ സംബന്ധിച്ചാണ്. ഇനി ആരെങ്കിലും വെറുതെ സ്വക്കേടുകാരാകേണ്ടത് കേട്ടിട്ട് ഒടുക്കത്തെ ബുധൻ വരുന്നുള്ളൂ, ഈ മാസത്തിലെ ഒടുക്കത്തെ ബുധൻ. നമ്മളിപ്പോ ഈ പോണമാതിരി ഇങ്ങനെ പോകുക എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ കൂടെ ഒന്നും ആ വകയിൽ ഒരു കണക്കിലെടുപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു വസുവാസം ഉണ്ടാവില്ല, ഒരു രോഗം. ഈ വസുവാസമൊക്കെ കുടുങ്ങുന്നത് അവിടെയും പിടി കേട്ടിട്ടാണ്. ഇപ്പൊ ഈ വാട്സാപ്പ് കിട്ടി നോക്കുമ്പോ എമ്പാടും കൂടും, ഓരോരുത്തരും ഇങ്ങനെ തോന്നിയാസം പറയല്ലേ. അപ്പൊ എല്ലാവർക്കും ഇല്ലാത്തതൊക്കെ എത്തുകയാണ്. അപ്പൊ നമ്മളീ പോന്നമാതിരി നമ്മളവലംബിക്കുന്ന മൂല്യന്മാരെ ആലിമീങ്ങളെ അവലംബിച്ച് ഓരോട് കാര്യങ്ങൾ ചോദിച്ച് കാര്യങ്ങളൊക്കെ നടത്തി പോരുകയാണ് നല്ലത്. ഏതായാലും ഈ മാസത്തിലെ ഒടുക്കത്തെ ബുധന് സാധാരണ എല്ലാ മാസത്തിലെ ബുധനുകൾക്കും ഒടുക്കത്തെ ബുധൻ അങ്ങനെ ആ നേരത്തെ പറഞ്ഞ 7 ദിവസങ്ങളെ പ്രത്യേകം കാക്കണം എന്നറിഞ്ഞിട്ടുണ്ട്. എല്ലാ മാസത്തിലും ഒടുക്കത്തെ ബുധൻ അങ്ങനെ ഒരു കാവലുണ്ട്. കിതാബൊക്കെ തുടങ്ങുമ്പോ ഒടുക്കത്തെ ബുധനാണ് ഇച്ചാൽ തുടങ്ങാൻ നിൽക്കൂല, അതൊക്കെ എല്ലാവരും നോക്കാറുണ്ട്. അത് നോക്കുന്നു നന്ന്. ഇനി ആ ചിന്ത മനസ്സിക്ക് വന്നിട്ടില്ലെങ്കിൽ അത് ആരും നോക്കും വേണ്ട. പരമാവധി അള്ളാഹുവിൽ തവക്കുലാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഭംഗി. എന്നാ ഓന് യാതൊരു അപകടവും വരൂല, വിശ്വാസം വരൂല, സോക്കേടും വരൂല, ഓൻ അങ്ങനെ പോവാ. അതേ രീതിയിൽ പോകുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോ വല്ല വിശ്വാസമോ പ്രയാസമോ തോന്നുന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ബുധം മാറ്റിയ ചളി ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ദിവസം ഒന്നും മാറ്റി വെച്ചു എന്തെങ്കിലും ബൈക്കെങ്കിൽ സുബൈക്കാരൊന്നും മാറ്റണ്ട, വേറെ സംഘം ഒന്നും മാറ്റണ്ട, കണ്ടംഗം ഒന്നും മാറ്റണ്ട. പുതിയത് വല്ലതും തുടങ്ങുകയാണെങ്കിൽ മാറ്റുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നും അതിനായിട്ടില്ല. ആകാശം ഇടിഞ്ഞു വീഴൂല, എന്തായാലും ആഹൃത്തിൽ കുറ്റവും കിട്ടൂല അതിന്റെ പേരിൽ. കാരണം ഇങ്ങനെ കേട്ടിട്ട് ആ അപകടം പോകാൻ വേണ്ടി ഒഴിവാക്കുന്നതല്ലേ. അപ്പൊ ആ നിലക്ക് നമ്മൾ അങ്ങനെ ചെയ്താൽ ഒരു മോശമല്ല. ഈ സ്വഫറിലെ ഒടുക്കത്തെ ബുധനെയാണ് യൗമു നഹ്സിൻ മുസ്തമിർ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ദിവസത്തിൽ വർഷത്തിൽ തന്നെ പ്രത്യേകം ഈ നഹ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാക്കണമെന്ന രീതിയിൽ ചില ഇമാമികൾ പ്രത്യേകം വന്ന് ചില ദുആകളും പിഞ്ഞാണ് എഴുതി കൊടുക്കാനൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. പല തങ്ങന്മാരും പരമ്പരാഗതമായി അവരുടെ ബാപ്പപ്പാപ്പാരുടെ അനുമതി പ്രകാരം അതൊക്കെ നടത്തി വരാറുണ്ട്. അത് കിട്ടുന്നവരൊക്കെ. നമ്മുടെ നാട്ടിലാണെന്നും വഴക്കല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ വിശ്വാസമില്ല. അതാണ് ഏറ്റവും നല്ലതും. കാരണം ഈ തങ്ങന്മാരൊക്കെ വലിയ ആലിമീങ്ങളായി നമ്മൾ കാണുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ താജുൽ ഉലമ അവറുകളോ അതുപോലെ നാദാപുരത്തെ ശംസുൽ ഉലമ അവറോ ഒടുക്കത്തെ ബുധനും തീർച്ചയായിട്ടും തന്നെയാണ്. ഒരു ബോധമൊന്നും പോകാറില്ല. ഒടുക്കത്തെ ബുധനാണ്. ഏത് മാസത്തിലെ ഒടുക്കത്തെ ബുധനാവട്ടെ, ഇനി സ്വഫറിലെ ഒടുക്കത്തെ ബുധനെ നിരത്തി അന്നൊരു ദിവസം ഒരു ആചരണമോ അന്നൊരു പിഞ്ഞാണയത്തോ അന്നാർക്കെങ്കിലും പ്രത്യേക ഒരു ദിക്റോ ദുആയൊന്നും നമ്മളെ ഈ മശായിഖ്മാരാരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ നിലക്ക് നമ്മളിങ്ങനെ പോന്നാൽ നമുക്കൊരു പേടുമില്ല. ഇനി പരമ്പരാഗതമായി ആരെങ്കിലും ആ മാസം, അതായത് സ്വഫറിലെ ഒടുക്കത്തെ ബുധന് പ്രത്യേകം ആപത്ത് വരാതിരിക്കാൻ വർഷാന്തം വല്ലതും എഴുതി കൊടുക്കുകയോ ദുആ നടത്തുകയോ ചെയ്താൽ മോശമൊന്നുമില്ലല്ലോ. അതാരെയും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. ഇതിന്റെ പേരിലൊന്നും ആക്ഷേപിക്കേണ്ടത്. ഇതൊക്കെ ഒരു കോലാഹലം ഉണ്ടാക്കുന്നത്, ഇതിനൊക്കെ തർക്കം പറയുന്നത് ഒരു തരം പുത്തൻ പരിഷ്കാര ചിന്തയാണ്, വഹാബിസാണ്. നമ്മളതിന്റെ നല്ലപോലെ ആലോചിച്ചാൽ മതി. ആരെങ്കിലും ഒരാൾ ഇന്നൊരു ദിവസം കേടാണ് എന്ന് കേട്ടാൽ അയാളെ കാര്യങ്ങൾക്ക് അത് മാറ്റിവെച്ചാൽ അയാൾക്ക് എന്ത് നഷ്ടം, വേറുള്ളവർക്ക് എന്ത് നഷ്ടം, ദീനിനെന്ത് നഷ്ടം. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സംഭവം എന്ന് വിവരിച്ചാൽ. അതുകൊണ്ടാണ് കാര്യമായി ഈ വിഷയത്തെ പരത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. മൊത്തം പറഞ്ഞതുപോലെ ലാ സൊഫറ എന്ന് പറഞ്ഞാൽ സൊഫർ മാസത്തെ സംബന്ധിക്കുന്ന ബന്ധമല്ല. സൊഫർ മാസമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെങ്കിൽ സൊഫറിനെ മുഹറമാക്കരുത്, മുഹറമിനെ സൊഫറാക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ സൊഫർ എന്ന് പറഞ്ഞാല് പകരുന്ന തരത്തിലുള്ള മഞ്ഞളിപ്പ് രോഗമുണ്ടാക്കുന്ന ഒരു പാമ്പാണ്. നല്ലോണം വിശന്നാൽ അത് പകരും. വിശക്കാക്കാൻ വേണ്ടി ചോറിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ആചാരമായിരിക്കും ചിലപ്പോൾ. ആളെ വല്ലാതെ വിഷമിക്കേണ്ട, ഇന്ത്യയിൽ കുറച്ച് സാധനം ഉണ്ട് ആന്റിക്ക് പകരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശപ്പ് തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതും ആവാം.
ആ വിശ്വാസം ശരിയല്ല എന്നാണ് ലാസഫറ എന്നതിന്റെ അർത്ഥമെന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടുമാർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മാസത്തിലെ ഒടുക്കത്തെ ബുധൻ നെഹ്സിന്റെ ദിവസമാണെന്ന് ചിന്തിക്കുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. ആ അടിസ്ഥാനമാക്കി ചിലരൊക്കെ ഈ ദിവസത്തെ നെഹ്സ് ആചരിക്കുകയും ആചരിക്കുന്നത് പ്രകാരം ഈ കൊല്ലത്തിൽ തന്നെ നാശം വരാതിരിക്കാൻ വർഷാന്തം ആ ദിവസം ചിലതൊക്കെ പ്രാർത്ഥിക്കുക, ചിലതൊക്കെ എഴുതി കുടിക്കുക എന്നൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മളെ തന്നെ ചില കിതാബുകളിൽ തഫ്സീറിന്റെ ഹാഷികളിലൊക്കെ നോക്കിയാൽ കാണും, നമ്മുടെ സ്വാവിയിലൊക്കെ തന്നെ നോക്കിയാൽ കാണും അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കേവലം ചെറിയ അടിസ്ഥാനമുള്ളത് ചെയ്യുന്നവർ ചെയ്യട്ടെ, അത് നോക്കുന്നവർ നോക്കട്ടെ. തവക്കുലാക്കുന്ന ആളുകൾ ഇതൊന്നും നോക്കാതെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.